ആ നിലപാട് ഞാൻ ഓർക്കട്ടെ. ആദ്യം അതിനോട് അടുത്ത ഭാഷയിൽ നിയോജിച്ച സഖാവ് വി ശിവൻകുട്ടി ഞങ്ങളുടെ എല്ലാ സഖാവാണ്, ഉറ്റ സുഹൃത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശിവൻകുട്ടിയെ പറ്റി ആദരവുണ്ട്. ആ ശിവൻകുട്ടി പെട്ടെന്ന് പ്രകോപനം പറ്റിയ ഭാഷയിൽ പ്രതികരിച്ചെങ്കിൽ പോലും അദ്ദേഹം വളരെ വേഗം ആ നിലപാട് തിരുത്തി. അദ്ദേഹം ഇടതുപക്ഷ നേതാവിൻ്റെ ഭാഷയിൽ അതേപ്പറ്റി പ്രതികരിച്ചു. പിന്നീട് അതെല്ലാം കേരളം കണ്ട കാര്യമാണ്. ഇതൊന്നും പഴയ കാര്യങ്ങളുമല്ല, വളരെ മറന്നുപോകാൻ സമയമായിട്ടില്ല. അതെല്ലാം ഇരിക്കെയാണ് ഈ പറയുന്ന അസ്വാഭാവികമായ തിരക്കോടുകൂടി, അൺയൂഷ്വൽ ഹേസ്റ്റ് എന്ന് പറയും, അതോടുകൂടി വാഗ്ദാനം ചെയ്യപ്പെട്ട ചർച്ചയില്ലാതെ, ആലോചനയില്ലാതെ, നയപരമായ സംവാദങ്ങളില്ലാതെ, ക്യാബിനറ്റിലോ LDFിലോ ഒരു വർത്തമാനം പോലും പിന്നീട് പറയാതെ ഒരു ഉദ്യോഗസ്ഥ പെട്ടെന്ന് ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നു. ആ ഉദ്യോഗസ്ഥ ഒപ്പുവെക്കുന്നു. ഒപ്പുവെച്ച പിറ്റേ നിമിഷം കേന്ദ്ര BJP ഗവൺമെൻറ് അതിനെ പുകഴ്ത്തുന്നു, അതിനെ ABVP പുകഴ്ത്തുന്നു, അതിനെ BJP വാഴ്ത്തുന്നു. ഇതെല്ലാം ഉണ്ടായി ഇവിടെ. ഞാൻ സഖാവ് EMSനെ ഓർത്തു പോകുന്നു. ഇപ്പോൾ സഖാവ് EMS അന്ന് പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ച പ്രസ്താവനയാണത്. ഇത് അന്ന് പറഞ്ഞു, എന്നെ മനോരമയോ മാതൃഭൂമിയോ പിന്തുണച്ചാൽ അപ്പോൾ ഞാൻ ചിന്തിക്കും എന്തോ തെറ്റ് ഞാൻ പറഞ്ഞുവെന്ന്. ഞാൻ വായിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിയായിരിക്കും, സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ. ഇവിടെ ആദ്യം പിന്താങ്ങിയത് BJP ആണ്, പിന്നെ ABVP ആണ്, പിന്നെ RSS ആണ്, പിന്നെ അവർ നിയന്ത്രിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അതുകൊണ്ട് സംതിങ് ഈസ് റോങ് വിത്ത് ദ PMC ആൻഡ് NEP. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ വേണം, വ്യക്തത വേണം, സംവാദങ്ങൾ വേണം.